നമ്മളിപ്പോൾ ഉള്ളത് പാഞ്ചാലിമേട്ടിലാണ്. ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിനൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു കിട്ടില്ല സ്ഥലമാണ് പാഞ്ചാലിമേട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നോർമലി എല്ലാവരും പോകുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുരിശുമലയുണ്ട്, ഒരു അമ്പലമുണ്ട്, പിന്നെ കുറച്ച് വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും അല്ലാതെ പാഞ്ചാലിമേട്ടിൽ നിന്ന് കുറച്ച് മാറി കാടിന്റെ ആംബിയൻസിലുള്ള കുറച്ച് സ്ഥലങ്ങളും പിന്നെ ജീപ്പിനൊക്കെ കയറി ട്രെക്ക് ചെയ്ത് പോകേണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ പാഞ്ചാലിമേടിന്റെ അധികം കാണാത്ത കുറച്ച് കാഴ്ചകളും കൂട്ടത്തിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അക്കോമഡേഷനും കൂടിയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. വെൽക്കം ടു പാഞ്ചാലിമേട്. ഇതാണ് പാഞ്ചാലിമേട്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ എത്താനായിട്ട് കുട്ടിക്കാനത്ത് നിന്ന് വളഞ്ഞാങ്ങാനം വാട്ടർഫോൾസ് ഒക്കെ കഴിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ച് മുറിഞ്ഞുപുഴ എത്തണം. അവിടുന്ന് പിന്നെ ലെഫ്റ്റ് ഒക്കെ എടുത്ത് 4.5 കിലോമീറ്റർ ഓടിയാൽ പാഞ്ചാലിമേട്ടിലെ ഈ കാണുന്ന വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം. ഇവിടെ എന്താണ് കാണാനുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അവിടെ കുറേ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചില ബിൽഡിംഗ്, അതിൽ ആദ്യത്തെ വലിയ ബിൽഡിങ്ങിൽ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്. നടന്ന് അങ്ങ് ദൂരെയുള്ള കുരിശുമലയുടെ മുകളിലെത്താൻ സാധിക്കും. അവിടെ നിന്നാലും നല്ല കിടിലൻ കാഴ്ചകളൊക്കെയാണ്. പിന്നെ ആ മലയുടെ ഓപ്പോസിറ്റുള്ള മലയിൽ ഭുവനേശ്വരി ദേവിയുടെ ഒരു അമ്പലമുണ്ട്. ഈ പറഞ്ഞതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല മഞ്ഞത്ത് ചില്ലൊക്കെ ചെയ്തിരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. ഐതിഹ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ പഞ്ചപാണ്ഡവന്മാർ പണ്ട് വനവാസ കാലത്ത് പാഞ്ചാലിയുമായിട്ട് ഇവിടെ എത്തിയിരുന്നെന്നും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വന്നതെന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. പിന്നെ ശബരിമല വനത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് മകരസംക്രാന്തി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊക്കെ ആളുകൾ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് പാഞ്ചാലിമേടിൻ്റെ കാഴ്ചകൾ. ഇനി നമുക്ക് പാഞ്ചാലിമേട്ടിലെ കുറച്ച് ഹിഡൻ സ്പോട്ടുകൾ പരിചയപ്പെടാം. നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് പുറക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ശബരിമല വനത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഉള്ള എന്താണ് കോഴിക്കോട്ടൊക്കെ ഉള്ള കരിയാത്തുംപാറയില്ലേ, ആ ഒരു സ്ഥലത്തിൻ്റെ ലുക്കിലൊക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെയാണ് കേട്ടത്. ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതായാലും പുറക്കയം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ നമുക്ക് നമ്മുടെ വണ്ടിക്കൊന്നും പോകാൻ പറ്റത്തില്ല, അടിയിടിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്, റോഡൊന്നും നല്ലതല്ല. അപ്പം ഒരു ജീപ്പ് സർവീസൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പുറക്കയത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ താമസിച്ച പ്രോപ്പർട്ടി കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. റോളി സ്റ്റോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ഇൻഫിനിറ്റി പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് 5 റൂമുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ്. ഇത് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പാഞ്ചാലിമേട്ടിന് വിട്ട് 2 കിലോമീറ്റർ വരുമ്പോൾ കണയങ്കവയൽ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ മഹേഷിൻ്റെ പ്രതികാര സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അത് കൂട്ടി കുറച്ച് കിടിലൻ ഫ്രെയിംസ് ഉണ്ട്. പിന്നെ ഇവിടെ 2-3 ഹോട്ടൽസൊക്കെ ഉണ്ട്. പക്ഷേ ഫുഡ് കിട്ടുന്ന കാര്യം കുറച്ച് പാടാണ് ഇവിടെ. കാര്യം ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും അധികം വരാത്തതുകൊണ്ട് ചായയും കടിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുള്ളൂ. ഹെവി ആയിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യമേ നിർത്തിയ മുറിഞ്ഞപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടൊക്കെ തന്നെ വരേണ്ടി വരും. ഇതിൻ്റെ ബാക്കിൽ ഇത് അപ്പുറ സൈഡിൽ കാണുന്ന ശബരിമല വനമാണ്. കണയങ്കവയലിൽ നിന്ന് 2 കിലോമീറ്റർ വരുമ്പോഴത്തേക്കിനും പുറക്കയം പള്ളി എത്തും. സെൻറ് ജോസഫ് ചർച്ച്, ഇവിടെ പേര് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ സെൻറ് ജോസഫ് ചർച്ച് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ പുറക്കയം പള്ളിയുടെ അവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഇത്തിരി മോശമാണ്, അപ്പോൾ ജീപ്പിനൊക്കെ പോകുന്നതായിരിക്കും ബെറ്റർ. 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കണയങ്കവയലിൽ നിന്ന് ഇവിടം വരെ. പുറക്കയം പള്ളിമുറ്റത്ത് വണ്ടി ഇട്ടിട്ട് നമ്മളത് ജീപ്പിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഈ ജീപ്പിലാണ് നമ്മുടെ ഇനിയുള്ള യാത്ര. എത്ര ദൂരമുണ്ട് ജീപ്പ് പോകാനായിട്ട്? 2 കിലോമീറ്റർ അല്ലേ? ഇവിടെ കാനിറങ്ങുമോ? ഇവിടെ അക്കരെ ഇങ്ങോട്ടൊന്നും നടത്തുന്നു. ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടെ. പോനിച്ചേട്ടാ, എനിക്കൊരു ആന കാണിച്ചു തരുമോ? നമുക്ക് ആന കാണാം. എവിടെ കാണാം? 1 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഉറപ്പാണോ? ആന കണ്ടിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഈ ബാക്കിലാണെന്നാണ് പോനിച്ചേട്ടൻ്റെ വീട്. ഈ വഴിയിലെ ലാസ്റ്റ് വീട് ഇതാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് വീടുകളില്ല. സോ നമ്മളിത് വണ്ടിയൊക്കെ വിട്ടിട്ട് ഇനി കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പുറക്കയത്തെ അരുവിയും കയവും ഒക്കെ കാണാനായിട്ട് കുറച്ച് നടന്ന് ചെറിയ ഇടവഴിയൊക്കെ കയറി പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പഴമൊക്കെ കഴിച്ച് ചെറിയൊരു എനർജിയൊക്കെ കയറിയിട്ട് പോകാൻ നോക്കും. പാൻറ്റിട്ട് പോകുന്നതിൽ ചെറിയൊരു റിസ്ക് ഉണ്ട്. എന്താ പറയുക, ഫുൾ അട്ട പുഴു ലീച്ചുള്ള ഏരിയയാണ്. സോ നമ്മൾ അവിടെ പാൻറ്റിട്ട് പോയി കഴിഞ്ഞാൽ ഇത് കയറി ഒന്നും അറിയത്തില്ലെന്നൊക്കെ പറയുന്നത്. മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്, സീന. അപ്പോൾ ബെറ്റർ ഒരു മുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു നിക്കറൊക്കെ ഇട്ട് പോകുന്ന സേഫ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്,
നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ ഓക്കെ, ഇവരുടെ പട്ടയ ഭൂമിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പുഴയുടെ അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആരും ഫോറസ്റ്റിൽ കയറിയിട്ടുള്ള കളികളൊന്നും കളിക്കാതിരിക്കുക. അറിയാമല്ലോ, പല പല വകുപ്പുകൾ വെച്ചിട്ട് അകത്തു പോകാനുള്ളൊരു സാധ്യതയുള്ള കാര്യമാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. ഈ പുഴയുടെ അപ്പുറത്തെ സൈഡ് ശബരിമല വനത്തിൻ്റെ പാർട്ടാണ്, ഇപ്പുറത്തെ സൈഡേ ഉള്ളൂ ഇവരുടെയൊക്കെ സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ പുഴയുടെ ഇപ്പുറത്തെ ഏരിയയും കവർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അപ്പുറത്ത് കയറിയിട്ട് ചെയ്യല്ലോ കേട്ടോ. നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. തന്നെ ആന പിടിച്ച് തന്നെ ഉണ്ട് നമ്മളൊന്നും ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പോനിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. ചെറിയ വഴികളിലൂടെ ഒക്കെ പോകണം. ഇവർ പറയുന്നത് ഇവിടെ ആന വരുമെന്നാണ് കേട്ടോ. ഇവിടെ വരുമോ? സത്യമായിട്ട് ഓക്കെ. ഞാൻ തൊട്ടപ്പുറത്ത് ഒരു പുഴയുണ്ട്, ആ പുഴയുടെ അപ്പുറത്ത് വനമാണ്. അതിനകത്ത് നിന്ന് ആന എനിക്ക് കയറി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ശല്യമല്ലുണ്ടോ? ഒന്നുമില്ല, ഫ്രണ്ട്ലി ആനകളാണ്. അതെ അതെ. അവിടെ ഇവിടെയൊക്കെ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ. വൈബാ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇവിടെ ഉള്ളവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് മാത്രമേ വരാവുള്ളൂ. അല്ലാതെ വന്ന് ചാടി കൊടുത്ത് വെറുതെ പണി മേടിച്ചിട്ടല്ലോ. അല്ലേ പിന്നെ നമ്മൾ മലയാളികൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി വന്ന്. അപ്പം പോലീസുകാരനെയും ബിബിനെയും ബന്ധപ്പെട്ടിട്ട് മാത്രം പുറക്കയത്തേക്ക് വരിക. ബിബിനെ, ഇപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടേ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുമോ? തീർച്ചയായിട്ടും. പോലീസുകാരൻ്റെ ജീപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സ്റ്റേയും ജീപ്പിൽ കൊണ്ടുവരും. ഇപ്പോൾ ഓൾറെഡി വരുന്നുണ്ട് ആളുകൾ. ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവർക്കും വരാം കേട്ടോ. കടന്നു വരൂ. ബിബിനും പോലീസേട്ടനും. ആനപ്പിണ്ടം ഈ വഴിയൊക്കെ ആന കയറി വരുന്ന കൈവഴിയാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം ഉണ്ടാട്ടാ ആനപ്പിണ്ടം. ഞാനും മരത്തിനോട് ഒരു കലിപ്പ് തീർക്കുമോ? കുത്തി കീറി വെച്ചേക്കുന്നു. എന്തോ കോഴി എങ്ങാണ്ട് പുലി പിടിച്ചാന്ന് തോന്നുന്നു. അമ്മേ പുലി! ആന. പിന്നെ എനിക്ക് പേടിയുണ്ടാനെ? പേടിയുണ്ടോ? പേടിയേ ഉള്ളൂ. എനിക്ക് ഇടവഴി കൂടെ കാണാൻ വരുമോ? ഇതിലെയാ? ഇതിലെങ്ങനെ കയറുന്നത്? ഇത്രയും വലിയ സാധനം, ഇത്രയും വലിയ ആനയോ? നോക്കി, ഈ ചെറിയ പാറയുടെ കമ്മളിൽ കൂടെ ആന കയറി വരുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ മനസ്സിലുള്ളൊരു തോന്നലെന്ന് വെച്ചാൽ ആനയെ കണ്ട ചെറിയ ഇടവഴി കൂടെയൊക്കെ കയറി ഓടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നുള്ളതാണ്. പക്ഷേ അക്കോർഡിംഗ് ടു ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെ ആന അതിന് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്. പ്രകൃതിയുടെ മണം വീട്ടിലേക്ക് അടിച്ചു കയറും. ആഹാ, കളിക്കല്ലേ. ആഹാ, വലിയ കായമുണ്ടോ അവിടെ? അപകടമുള്ള ഇല്ല, അങ്ങനൊന്നുമില്ല. വലിയ ആഴമൊന്നുമില്ല. നമുക്ക് ഇറങ്ങാം അല്ലേ? പോട്ടെ അമ്മേ. ചങ്ങല കാട്ടാനൊക്കെ അവിടെ ചങ്ങല. ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക ബിബിന് എൻ്റെ മണ്ടത്തിറങ്ങാൻ. നമ്മൾ കാട്ടിൽ കയറിയില്ലെങ്കിൽ കാടിൻ്റെ ഫീൽ ഉണ്ടല്ലോ അത്, അല്ലേ? നമ്മൾ കാട്ടിൽ കയറി എന്തായിരിക്കും ഫീല്? നൈസ് എക്സ്പീരിയൻസ് ഗൈസ്. പക്ഷേ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും തന്നെ ഇവിടെ വരല്, ഒരിക്കലും. ഓക്കെ? അയ്യോ, ഇച്ചിരി ഉപ്പിടാവോ? എടാ, ഉപ്പിട്ട ചക്കല ഉണ്ടാകും പൊക്കോളൂ. എന്തിനാ നീ കഷ്ടപ്പെടുന്നതിന്? നമ്മളിതേ കുറച്ച് നടന്നിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇച്ചിരി വലിപ്പം കൂടിയൊരു ലുക്കിൽ കാണാൻ പറ്റും. കിടലാട്ടോ, നൈസാ. പക്ഷേ ക്ലൈമറ്റ് അത്ര സുഖമില്ലെന്ന്, വെയിലൊക്കെ ആയതുകൊണ്ട് ഒരു മൂടില്ല. പക്ഷേ മഞ്ഞൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കിടലായിരിക്കും, ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ എന്നാലും കൊള്ളാം. വരവ് മുതലാണ് വേറൊരു എക്സ്പീരിയൻസാണ്. നമ്മളിപ്പം ഇത്തിരി പോപ്പുലറായിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട് പോകുമ്പം നമുക്കൊരു എക്സ്പെക്ടേഷൻ കാണുകയല്ലോ. ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിട്ടുള്ള വരവായതുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. സോ വന്നപ്പം അടിപൊളിയായി, ഇഷ്ടപ്പെട്ടു. കുറേ ഉണ്ടല്ലോ, പെടക്കണ മീനാണല്ലോ. പോക്കറ്റിൽ മീനിട്ട് കളയാൻ പറ്റത്തില്ല. ഇതെന്താ ടെക്നോളജി? വല എന്തി വല അവിടെ അപ്പുറത്ത് താന്നു പോയി.
ഇതാരാ പെടക്കണ മീനോ? ഇതാ പെടക്കണ മീൻ. പെടക്കണ മീൻ. എടാ അണലിക്കുഞ്ഞ് എടാ ബിബിനെ, അണലി ഒരു കുഞ്ഞൻ അണലി ഫ്രണ്ടിൽ പെട്ടിട്ടുണ്ട് കൈ. എനിക്കാണെങ്കിൽ പാമ്പെന്ന് പറഞ്ഞാൽ ഇച്ചിരി പേടി കൂടുതലാ. എടാ പാമ്പ് അങ്ങനെ ചാടി പിടിക്കുമോ? അപ്പൊ ഇത്ര നല്ലൊരു സ്ഥലം പരിചയപ്പെടുത്തി തന്ന ബിബിനും ഈ സഹോദരന്മാർക്കും റോളി സ്റ്റോണിനും എൻ്റെ പേരിലും നമ്മുടെ ഫാമിലിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പുറക്കത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ തിരിച്ച് റോളി സ്റ്റോണിൽ എത്തി കേട്ടോ. നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നു. അവിടെ നിന്നാൽ അങ്ങ് ദൂരെ വിശാലമായ കാഴ്ചകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഫുഡൊക്കെ അടിച്ചിട്ട് ചെറിയൊരു റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്കിനി ജീപ്പിനൊക്കെ കയറി പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ജീപ്പിനൊക്കെ കയറി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലൂടെ കയറി പോകുമ്പം അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നിന്നാൽ താഴെ KK റോഡും ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പോകുന്ന വഴി കുറച്ച് കഠിനമാണെങ്കിൽ കൂടി നല്ല ഭംഗിയാണ്. കഠിനം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിയൊന്നും ചില സമയത്ത് കാണാനില്ല. ഫുള്ള് പുല്ലൊക്കെ നമ്മളെക്കാളും വലുപ്പത്തിൽ പൊങ്ങിയൊക്കെ നിൽക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോൾ തോന്നിയൊരു കാര്യം, ഇതിൻ്റെ മുകളിൽ ഇത്രയും ഭംഗിയുള്ളൊരു തേയിലത്തോട്ടം ഉണ്ടെന്ന് ഒരിക്കലും കരുതിയില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് പെർമിഷൻ എടുക്കാതെ നമുക്ക് കയറി വരാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ വഴി അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ജീപ്പിന് തന്നെ കയറി വരേണ്ടിയും വരും. ഇയ്യോബിൻ്റെ പുസ്തകം സിനിമയിലെ കുറച്ച് രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നു. ആ ഫിലിമിൻ്റെ കുറച്ച് ഭാഗങ്ങൾക്ക് പാഞ്ചാലിമേട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഓടി നമ്മൾ മുകളിലെത്തി. നനച്ച സ്ഥലത്തെക്കാളും കൂടുതൽ നനച്ച വണ്ടിയിൽ കയറി ഇവിടം വരെയുള്ള യാത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അവിടുന്ന് തിരിച്ചിറങ്ങി നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ഒരു ക്യാമ്പ് ഫയർ ഒക്കെ എൻജോയ് ചെയ്ത് ഹോംലി ഫുഡൊക്കെ അടിച്ച് വളരെ നല്ല രീതിയിൽ ആ ഒരു ദിവസം കടന്നുപോയി.